നാലാമത്തെ റോഡിൽ ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട്. കാഷ്വാലിറ്റി ഉണ്ട്, സ്പോട്ടിലേക്ക് എത്തുക. മുറിവിൻ്റെ ആട് അല്പം കൂടുതലാണ്. ഉണങ്ങാൻ കുറച്ച് ദിവസം പിടിക്കും. ടി ടി എടുത്തിട്ട് എത്ര നാളായി? ഒരു മാസത്തിന് മുമ്പ് എടുത്തത്. ആ എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. സിസ്റ്റർ ഈ കൈ ഒന്ന് ഡ്രസ് ചെയ്തു ഓക്കെ ഡോക്ടർ. ശരി. എങ്ങനെയുണ്ട് സാർ? കുഴപ്പമില്ല, ചെറിയൊരു പെയിനുണ്ട്. മരുന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് സാർ. ഇപ്പോൾ ഉണ്ട് സാർ, എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ട്. സാരമില്ല, ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി ഡാഷിലേക്ക് വെച്ചാൽ മതി. ശരി സാർ. ഫെലിക്സ് അവിടെ? സാർ ഇവിടെ ഉണ്ട്, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം സാർ. ഇപ്പം എങ്ങനെയുണ്ട് കൈ? കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പെയിൻ ഉണ്ട്, പെയിൻ കില്ലർ കഴിച്ചു. സാറിന് എങ്ങനെയുണ്ട്? ആ ചെറിയൊരു പെയിനുണ്ട്. ഫെലിക്സിൻ്റെ ഫോൺ അടിക്കുന്നത് കേട്ടില്ല സാർ. MLA എടുക്കണ്ട, അവനെ ഇറക്കാനുള്ള ശുപാർശ കോളായിരിക്കും. എന്നിട്ട് എന്താ കാര്യങ്ങൾ? നമ്മുടെ കേരളം സ്റ്റേഷനിൽ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്ന അവനല്ല, വേറെ രണ്ടുപേരാണ് ഈ മോഹനെ വെട്ടിയെന്നത്. പക്ഷേ ഈ മോഹൻ്റെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേരും എത്തിച്ച ഇവരാണ്. അതവൻ സമ്മതിച്ചിട്ടുണ്ട് സാർ. എന്നിട്ട് ആ രണ്ടുപേരെ ഡീറ്റെയിൽസ് കിട്ടി. ഒരുത്തൻ്റെ പേര് ലിജോ, മറ്റവൻ്റെ പേര് മനു. ഇവർ രണ്ടുപേരും ഇടുക്കിക്കാരാണ്. പക്ഷെ നമ്മുടെ സ്റ്റേഷൻ്റെ പരിധിയല്ല, മുല്ലക്കുടിയാണ്. സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ലിജോയും മനുവും പിന്നെ നമ്മുടെ കയ്യിലെ പ്രവീണിൻ്റെയും പേരിൽ 4 അടിപിടി കേസുണ്ട്. അവന്മാരെ അന്വേഷിച്ച് പോലീസ് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അവരോട് എത്തിയിട്ട് വിളിക്കാന്നാ പറഞ്ഞ. അവന്മാരെ വീട്ടിൽ കാണാൻ ചാൻസ് ഇല്ല. സാർ എന്തായി? അത് ഇടിച്ചിഞ്ച പരിവാക്കിയിട്ട് അവൻ പറയുന്ന അവന്മാർ തന്നെ ചെയ്തതെന്നാ. പാർട്ടി പ്രശ്നത്തിൻ്റെ പേരിലാണെന്നാ പറയുന്നത്. ഇനിയൊന്നും ചെയ്യണ്ട. FIR നാളെ കൂടുതൽ ഹാജരാക്കും. ശരി സാർ, ഓക്കെ. സാറേ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ചുരം നാലാമ്പളവിൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയി. ബൈക്ക് ഓടിച്ചയാൾ സ്പോട്ടിൽ തന്നെ മരിച്ചു. ഇവിടെ നേരെ പോയേക്കണം. അഭിലാഷും മനോജും പോയിട്ടുണ്ട് സാർ. ശരി സാർ. സാറ് പറഞ്ഞ പോലെ അവരോട് ഇല്ല. 2 ആഴ്ചയായിട്ട് രണ്ടുപേരും വീട്ടിലും ചെന്നിട്ടില്ല. അവരുടെ ഫോട്ടോസും ഡീറ്റെയിൽസും മെസ്സേജ് അയച്ചിട്ടുണ്ട് സാർ. ഫെലിക്സ് അതൊന്നും എനിക്ക് വാട്സാപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെയും ബന്ധുക്കളുടെയും ഡീറ്റെയിൽസ് നിറക്കണം. അവിടെയൊക്കെ നമ്മുടെ ശ്രദ്ധയും വേണം. ഓക്കെ സാർ. ഇവരുടെ മൊബൈലൊന്ന് ട്രാക്ക് ചെയ്തേക്ക്. ഞാൻ ഒന്ന് വീട് വരെ പോവാം. ഓക്കെ സാർ. അല്ല സാർ, എറണാകുളം വരെ സാറൊക്കെ നീ കൈ വെച്ച് ഡ്രൈവ് ചെയ്യാം. ഒന്നും സാരില്ല. നാളെ പെങ്ങളുടെ എൻഗേജ്മെൻറ്റ്. എന്തായാലും ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മുങ്ങാൻ പറ്റില്ല. രണ്ടുപേരും കല്യാണത്തിന് വന്നാൽ മതി. ശരി സാർ. ഫെലിക്സ് സാർ